മാസപ്പടി കേസിൽ കോടികൾ സമ്പാദിച്ചുവെന്ന ആരോപണം നേരിടുന്ന വീണ വിജയനെയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിരോധിക്കാനെന്ന പേരിൽ ക്രമസമാധാനം കയ്യിലെടുത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകർ ജയിലിലായി 2 മാസം പിന്നിട്ടിട്ടും മോചനം വിദൂരതയിൽ. ഇഡി ഉദ്യോഗസ്ഥരെ വഴി തടഞ്ഞ് ആക്രമിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയുന്ന 24 CPM പ്രവർത്തകരിൽ 7 പേർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാമെന്ന പ്രതീക്ഷയിൽ അക്രമത്തിന് മുതിർന്ന പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും 60 ദിവസമായി ജയിലിൽ കിടന്ന് മടുത്തതോടെയാണ് ഒടുവിൽ ഹൈക്കോടതിയെ അഭയം പ്രാപിച്ചിരിക്കുന്നത്. സെഷൻസ് കോടതി 2 തവണ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ഇഡി അന്വേഷണ സംഘം പരിശോധന നടത്തി മടങ്ങുന്നതിനിടയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. CPM പ്രവർത്തകർ തടിച്ചുകൂടി ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയുകയും വധശ്രമം ഉൾപ്പെടെയുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയുമായിരുന്നു. വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതേസമയം പ്രതികൾക്കായി പ്രമുഖ അഭിഭാഷകരുടെ വലിയ നിരയെ തന്നെയാണ് പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത്. മുൻ കേരള ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ TA ഷാജി, മുൻ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണൻ കുറുപ്പ്, മുതിർന്ന ക്രിമിനൽ അഭിഭാഷകരായ വിജയ് ഭാനു, S രാജീവ് തുടങ്ങിയ പ്രമുഖർ ഹർജിക്കാർക്കായി കോടതിയിൽ ഹാജരാകും. 5-ാം പ്രതി ശ്രീജിത്ത്, 7-ാം പ്രതി അനിൽകുമാർ, ഷഫീഖ്, കിരൺ, നിഷാദ് ജീവൻ തുടങ്ങിയ 7 പേരാണ് നിലവിൽ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. എന്നാൽ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിനെ ഉൾപ്പെടെ എത്തിച്ച് ഹൈക്കോടതിയിലും ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് ഇഡിയുടെ നീക്കം. വിചാരണ ഘട്ടത്തിന് മുന്നോടിയായി പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് തടയുന്നതിനായി 60 ദിവസത്തിനകം ഭാഗിക കുറ്റപത്രം സമർപ്പിക്കാനും അന്വേഷണ സംഘം നീക്കം നടത്തുന്നുണ്ട്. ഇത് നടപ്പിലായാൽ വിചാരണ കൂടാതെ പ്രതികൾക്ക് ഉടനെയൊന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പലരെയും പ്രതിയാക്കിയതെന്നും കേസിൽ വധശ്രമം ചുമത്തേണ്ട സാഹചര്യമില്ലെന്നുമാണ് പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. ആർക്കും ഗുരുതര പരിക്കുകളില്ല, മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, കൃത്യമായ തിരിച്ചറിയൽ പരേഡ് നടത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതികൾ ജാമ്യം തേടുന്നത്. കേസിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ പോലീസ് ബോധപൂർവം വധശ്രമം ചുമത്തിയതാണെന്നും ഡ്രൈവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂവെന്നും ഹർജിയിൽ പറയുന്നു. അതേസമയം കേസിലെ പ്രധാന എതിർകക്ഷിയായ ഇഡിയെ ഒഴിവാക്കിക്കൊണ്ടാണ് പ്രതികൾ പലരും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ഇതിനെതിരെ കേസിൽ കക്ഷി ചേർന്ന് ശക്തമായ നിയമ പോരാട്ടത്തിനാണ് ഇഡി തയ്യാറെടുക്കുന്നത്. നാളെ മുതൽ ഓഗസ്റ്റ് 4 വരെയുള്ള വിവിധ ദിവസങ്ങളിലായി ഈ ജാമ്യ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കും. മുൻപ് പോലീസ് റിപ്പോർട്ടിന് വിരുദ്ധമായി പ്രോസിക്യൂട്ടർ കോടതിയിൽ നിലപാടെടുത്തതിനെ തുടർന്ന് ഒരു പ്രതിക്ക് ജാമ്യം കിട്ടിയിരുന്നു. സർക്കാരിന്റെ ഒത്താശയോടെ ലഭിച്ച ഈ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇഡി നൽകിയ ഹർജിയും നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്.